അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് ഒരിക്കലും നഷ്ടക്കച്ചവടമല്ല, അത് ലാഭകരം തന്നെയാണ്. അത് അതിന്റെ ഫലം അറിയണമെങ്കിൽ ആഖിറത്തിലേക്ക് ചെല്ലണം. അവിടെ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള അതിന്റെ പ്രതിഫലം അത് അവർണ്ണനീയമാണ്, അവാച്യമാണ്, വിവരണാതീതമാണ്. എന്നാൽ ദുനിയാവിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ സമ്പത്തിൽ വർധനവ് നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ധരിക്കുന്ന ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത മുത്തഫഖുൻ അലൈഹിയായ ഹദീസിൽ പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഖാല അല്ലാഹു തആല പറയുന്നതായിട്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, അൻഫിക് യബ്ന ആദം, അൻഫിക് യബ്ന ആദം, ആദം സന്തതിയെ നീ റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക, യുൻഫഖ് അലൈക, നിനക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ദാനമായിട്ട് നൽകുന്നതാണ്. റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിച്ചോളൂ, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ദാനമായിട്ട് നൽകുന്നതാണ് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു മുത്തഫഖുൻ അലൈഹിയായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്. ഒരാൾ ഒരു ഒഴിഞ്ഞ പ്രദേശത്തു കൂടി ഒരു മരുപ്പറമ്പിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ആ മരുഭൂമിയിൽ കാർമേഘം ഉരുണ്ടുകൂടുകയാണ്. ആ കാർമേഘം ഉരുണ്ടുകൂടിയപ്പോൾ ആകാശത്ത് നിന്ന് ശരീരം മുടങ്ങുകയാണ്. ഹേ ഇന്നാലിന്ന ഫുലാൻ, ഇന്നാലിന്ന ആളുടെ പേര് പറഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇന്നാലിന്ന ആളുടെ ഹദീഖത്തിനെ പോയി ഹദീഖത്ത ഫുലാൻ, ഇന്നാലിന്ന ആളുടെ തോട്ടം പോയിട്ട് നനക്കൂ എന്ന് കാർമേഘത്തോട് കൽപ്പിക്കപ്പെടുകയാണ്. ആ കാർമേഘം അവിടെ നിന്ന് ഒരു പാറപ്പുറത്തേക്ക് നീങ്ങി. ആ പാറപ്പുറത്ത് മഴ വർഷിക്കുകയാണ്. ആ പാറപ്പുറത്ത് മഴ വർഷിച്ചപ്പോൾ പാറപ്പുറത്തു നിന്നും ഒരു തോട്ടിലേക്ക് ആ വെള്ളം ഇങ്ങനെ ഒഴുകി പോവുകയാണ്. ആ വെള്ളത്തെ അനുധാവനം ചെയ്ത് പിന്തുടർന്നുകൊണ്ട് ഇയാൾ ഇങ്ങനെ നടന്നു പോവുകയാണ്. അത്ഭുതകരമായ ഒരു കാഴ്ചയാണല്ലോ. ആകാശത്ത് നിന്ന് അശരീരി മുഴങ്ങുക, ഒരാളുടെ പേര് പറഞ്ഞിട്ടാണ് പറയുന്നത്. അപ്പോൾ ആ വെള്ളത്തെ ഇങ്ങനെ അനുഗമിച്ചുകൊണ്ട് പിന്നാലെ പോവുകയാണ് അദ്ദേഹം. പോയി 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 അവസാനം ഒരു തോട്ടത്തിലേക്ക് എത്തുകയാണ്. ഈ വെള്ളം ഒഴുകിയെത്തി ഒരു തോട്ടത്തിലെത്തുന്നു. ആ തോട്ടത്തിലുണ്ട് ഒരു തുമ്പയും പിടിച്ചുകൊണ്ട് ഒരാൾ നിൽക്കുന്നു. വെള്ളം നാനാവശങ്ങളിലേക്ക് അദ്ദേഹം തിരിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഉടനെ ആ സഹോദരനെ കണ്ടപ്പോൾ ഈ വരുന്ന ആൾ ചോദിച്ചു, അല്ല, നിങ്ങൾ ആരാണ്? നിങ്ങളുടെ പേരെന്താണ്? എന്റെ പേര് ഇന്നാലിന്നതാണ്. ആ പേര് പറഞ്ഞപ്പോൾ മനസ്സിലായി, മേഘത്തിൽ നിന്ന് ഉയർന്നു വന്ന അവിടെ നിന്ന് കേട്ട അതേ പേര് തന്നെയാണ്. അപ്പോ അദ്ദേഹത്തോട് കാര്യം പറഞ്ഞു, താങ്കളുടെ പേരിങ്ങനെ ആകാശത്തുനിന്ന് കേട്ടു, താങ്കളുടെ തോട്ടം കുടിപ്പിക്കണമെന്ന് പറയുന്നു, അശരീരി മുടങ്ങുന്നു, താങ്കൾ ഇതിനു മാത്രം എന്തു നന്മയാണ് ചെയ്തത് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറയുകയാണ്, നീ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഞാൻ ഇതിന്റെ വിളവുകൾ, ഇതിന്റെ വരുമാനം 3 ഭാഗമായിട്ട് ഞാൻ വേർതിരിക്കും. എന്റെ ഈ തോട്ടത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം 3 പാർട്ടായി 3 ഭാഗമായിട്ട് ഞാൻ വേർതിരിക്കും. അതിന്റെ 1/3 ഭാഗം ഞാൻ പാവങ്ങൾക്ക് നൽകും, അള്ളാഹുവിന്റെ മാർഗത്തിൽ സദഖ ചെയ്യും. മറ്റേ ഭാഗം ഞാൻ എൻ്റെ കുടുംബവും അതിനുപയോഗിക്കും. ഞങ്ങളുടെ വരുമാനമായി ഞങ്ങളുടെ ഭക്ഷണത്തിന് വേണ്ടിയും മറ്റുപയോഗങ്ങൾക്ക് വേണ്ടിയും ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയും. മറ്റും ഒരു ഭാഗം 1/3 മറ്റേ ഭാഗം അത് അടുത്ത വിളവറക്കുന്നതിന് വേണ്ടിയുള്ള ഡിപ്പോസിറ്റ് ആയിട്ട് അവിടെ മാറ്റിവെക്കുകയും ചെയ്യുന്നതാണ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഓർക്കണം, തന്റെ സമ്പാദ്യത്തിന്റെ 1/3 ഭാഗം കൃത്യമായി നീക്കിവെച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ഒരാൾക്ക് ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ പടച്ച തമ്പുരാൻ അവന്റെ അനുഗ്രഹം, അവരുടെ സമ്പത്തിൽ അള്ളാഹു അഭിവൃദ്ധി നൽകുകയാണ്. മേഘത്തോട് പറയുന്നു, അവിടെ പോയിട്ട് ചൊരിയൂ. ആ ഹദീഖത്ത്, ആ തോട്ടം, ആ ഉദ്യാനം ഫലഭൂയിഷ്ഠമാവട്ടെ, അവിടെ നിന്ന് വിളവുകൾ വരട്ടെ. പടച്ച റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ ഒരിക്കലും കുറഞ്ഞു പോവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനെ ആണയിട്ടുകൊണ്ട് പറയുകയാണ്, 3 കാര്യങ്ങൾ, ഞാൻ 3 കാര്യങ്ങൾ അള്ളാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ആണയിട്ടുകൊണ്ട് സത്യം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. 3 കാര്യങ്ങൾ ഈ ഹദീസ് നിങ്ങൾ മനഃപ്പാടമാക്കണമെന്ന് തിരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അതിൽ ഒന്നാമത്തെ എന്താണെന്നറിയുമോ? സദഖ കാരണമായിട്ട് ഒരാളുടെ സമ്പത്തിൽ ഒരു കുറവും വരികയില്ല എന്നുള്ളതാണ്. ഒന്നാമതായിട്ട് പറഞ്ഞത് സദഖ കാരണം, റബ്ബിന്റെ മാർഗത്തിൽ നൽകൽ കാരണം ഒരാളുടെ പൈസയും കുറഞ്ഞു പോകില്ല, ഒരാളുടെ സമ്പത്തിലും ഒരു കുറവും തന്നെ വരികയില്ല.